നിരീശ്വരവാദിയാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ മതങ്ങളെയും അല്ല, ഞാൻ റാഷണലിസ്റ്റ് ആണ്. ദൈവവിശ്വാസം ഉണ്ടോ? റാഷണലാണ്. റാഷണലിസവും എയ്ത്തിസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവില്ല. ദൈവവിശ്വാസം ഉണ്ടോ? ദൈവവിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ്. അതായത് എയ്ത്തിസ്റ്റ് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ്. ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ്. ഞാനതിൽ റാഷണലായി ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ ദൈവവിശ്വാസം ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവവിശ്വാസം ഉണ്ട്. ഞാൻ റാഷണലാണ്. എന്തിനാ അതൊക്കെ പറയാൻ ഇത്ര പേടിക്കുന്നത്? ചേട്ടനാണ് എന്നെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നും പറഞ്ഞതുകൊണ്ട് ഒന്നും നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പോകുന്നില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഞാൻ എൻ്റെ അഭിപ്രായം വളരെ ക്ലിയർ ആയി പറയുന്ന സമയത്ത് ദൈവത്തെ എതിർത്ത് സംസാരിക്കണം എന്നൊരു ഇൻറ്റൻഷൻ ചേട്ടനുള്ളത് കൊണ്ടാണ് ചേട്ടൻ പിന്നെ അങ്ങനെ ചോദിക്കുന്നത്. എനിക്കങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല. എനിക്ക് ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല, അല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ക്ലിയർ ആയി പറയുക എന്നുള്ളത് മാത്രമേ. അല്ല, ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണം എന്നൊന്നും എനിക്കില്ല. ഇവിടെ തന്നെ വന്ന് മീനാക്ഷി തന്നെ ഫോളോ ചെയ്യുന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു ചോദ്യത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന പല ആളുകളും ഉത്തരം പറയാൻ കുറച്ച് മടിക്കും. സമൂഹത്തെ പേടിക്കണല്ലോ. കാരണം ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഉള്ളവരെല്ലാം മീനാക്ഷി വേറെ രീതിയിൽ കാണും. ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു വേറെ, അതും ഒരു വലിയ പബ്ലിക്കായിട്ട് പറയാൻ. എത്തിസവും റാഷണലിസവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? എത്തിസവും റാഷണലിസവും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഒന്ന് പറയാമോ? എത്തിസം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്നുള്ള വിശ്വാസവും റാഷണലിസം എന്ന് പറഞ്ഞാൽ എവിഡൻസിലുള്ള വിശ്വാസം, സയന്റിഫിക് പ്രൂഫിലുള്ള വ്യത്യാസമാണ് റാഷണലിസം. എത്തിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവം എന്നതിലുപരി ഏതൊരു സൂപ്പർ നാച്ചുറൽ ക്ലെയിംസിലും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവിടെ പ്രേതമുണ്ട് എന്ന് നമ്മൾ പറയാൻ, ആ ക്ലെയിമിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നതിന് ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നു. അതാണ് റാഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഏത്തിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത്. നമ്മൾ ഇതിലൊരു എസ് ഓർ നോ തേടുമ്പോഴാണ് പ്രശ്നം. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതിലൊരു എസ് ഓർ നോ എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണല്ലോ പുതിയ ചിന്താഗതികളും പുതിയ അറിവുകളും ഒക്കെ നമുക്ക് കിട്ടുക. ഈ റാഷണലിസവും സയന്റിഫിക് ടെമ്പറും ഒക്കെ അതിന്റെ വലിയൊരു രീതികളാണ്. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി വളരെ വൈഡായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായം, ഞാൻ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനും ഒരു ഒറ്റവാക്ക് ഉത്തരത്തെ കഴിഞ്ഞും അതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് റാഷണലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്. നമുക്കിവിടെ ഒരാളെ കൊണ്ട് ദൈവവിശ്വാസിയാണോ അല്ലയോ എന്ന് പറയിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും വെറുക്കാൻ പോകുന്നുണ്ടെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്കതൊരു ഒറ്റവാക്ക് ഉത്തരത്തെ കഴിഞ്ഞും